ഖബറിലും എൻ്റെ ഭാര്യ വീട്ടിലും ഉറങ്ങുന്നതിന് ഞാനൊന്നിങ്ങനെ മനസ്സ് കണ്ടാൽ, അല്ലെങ്കിൽ ഞാൻ വീട്ടിലും എൻ്റെ ഭാര്യ കൂടെ ഇല്ലാതിരിക്കുകയും ചെയ്തൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ അങ്ങനെ നമ്മുടെ ഭാര്യ നമ്മുടെ കൺമുന്നിലില്ല. ഇനി ചേർന്നിരിക്കാൻ അവൾ നമ്മളോടൊപ്പം ഉണ്ടാവില്ല, അവൻ നമ്മളോടൊപ്പം ഉണ്ടാവില്ല എന്ന് ഒന്ന് സത്യസന്ധമായി ഒന്ന് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റിയാൽ ആ ഭാര്യൻ്റെ വില നമുക്ക് മനസ്സിലാവും, ആ ഭർത്താവിൻ്റെ വില നമുക്ക് മനസ്സിലാവും. യാതൊരു സംശയക്കാര്യത്തില്ല. ഇന്ന് രാവിലെ എന്നെ ഒരു ആൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അയൽവാസിയായ ഒരു സഹോദരി മരിച്ചിരിക്കുകയാണ്. അപ്പോൾ മരണപ്പെട്ടപ്പോൾ ഞാൻ ആ വീട്ടിൽ വന്നു. എൻ്റെ സുഹൃത്താണ് ആ മരണപ്പെട്ട സഹോദരിയുടെ മകൻ. അപ്പോൾ അവൻ പൊട്ടിക്കരയാണ്. അവനെ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വാക്ക്, ആശയം പറഞ്ഞു തരാൻ എന്നെ വിളിക്കണം. ഏതാ കരയുന്ന പയ്യനെ തോളിൽ ചേർത്തിട്ട് അവർ ചെവിയിൽ പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഒന്നും പറഞ്ഞു കൊടുക്കണം, അവൻ കരയട്ടെ. സങ്കടം വരുമ്പോൾ സങ്കടപ്പെട്ടാൽ സങ്കടം കുറേ പരിഹരിക്കപ്പെടും. സങ്കടപ്പെടുന്നവരെ സങ്കടപ്പെടാൻ അനുവദിച്ചില്ലെങ്കിൽ അവൻ്റെ ദുഃഖങ്ങൾ ഒരുപക്ഷെ അവൻ്റെ ഹൃദയത്തെ പൊട്ടിച്ചു കളയും. അതുകൊണ്ട് ഇപ്പം കരയാണ് വേണ്ടത്, ഇപ്പോൾ അവൻ ദുഃഖിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് കരയരുതെന്ന് പറയാതെ, ദുഃഖിക്കേണ്ടെന്ന് പറയാതെ, ഉമ്മ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് അവൻ്റെ മനസ്സ് വേദനിക്കുമ്പോൾ അവൻ കരയട്ടെ, കണ്ണീരുകൾ വരട്ടെ. അതാണ് ഇപ്പോൾ വേണ്ടത് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഒന്നിച്ച് വർഷങ്ങളോളം ഉറങ്ങിയ നമ്മൾ വേർപെട്ട് ജീവിക്കുമെന്ന് അറിയുമോ നിങ്ങൾക്ക്? നിങ്ങളതൊന്ന് വിചാരിച്ച് നോക്കണം. അപ്പോൾ നമുക്കറിയും അതിൻ്റെ വിലയും നിലയും. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ മരിച്ചു പോയാൽ പിന്നീടുള്ള ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയോ? എനിക്ക് വേണ്ട പോലെ അയാളോടുള്ള കടമ നിർവഹിക്കാൻ പറ്റിയില്ലെന്ന് എന്നുമെന്നും മരണപ്പെട്ട ഭർത്താവിന് ശേഷം വിധവയായ ഒരു പെണ്ണ് ഓർക്കും. ഒരു സംശയം വേണ്ട, എന്നുമെന്നും അവൾ രാവുറങ്ങുമ്പോൾ, പകൽ നേരം വെളുക്കുമ്പോൾ അവൾ ചിന്തിക്കും, എനിക്ക് അയാളോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ലെന്ന്. തിരിച്ചും പറയും, പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെട്ട് ഒന്നിനും കഴിയാതെ നിസ്സഹായമായി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, ഭാര്യയില്ലാത്ത സമയത്ത് ആലോചിക്കും, എനിക്ക് അവൾ എത്രമാത്രം എനിക്ക് സേവനം ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, അവൾക്ക് അതിനുള്ളത് തിരിച്ചു നൽകാൻ എനിക്ക് പറ്റിയില്ലെന്ന് സങ്കടപ്പെടാത്ത ഭാര്യ മരിച്ച ഒരു പുരുഷനും ഉണ്ടാവില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു കുടുംബത്തെക്കുറിച്ച് പറയുന്ന ഈ മഹാസദസ്സിലിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോടും എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോഴുള്ളതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ദാമ്പത്യം സാധ്യമാണ്. അതിലൊരു സംശയമല്ല. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയോ എങ്കിൽ അവരോടാണ് എനിക്ക് ഏതാനും മിനിറ്റുകളിൽ ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഒരു പ്രസംഗത്തിന് വേണ്ടിയല്ല. നിങ്ങൾക്കിന്ന് നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് ഒന്നിച്ചുറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളെടുക്കേണ്ട ചില തീരുമാനങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്. ഇന്ന് ഈ പ്രശ്നസങ്കീർണമായ ഒരവസ്ഥയിലേക്ക് കുടുംബജീവിതങ്ങൾ മാറി വന്നതുകൊണ്ട് എന്താ അറിയും, എല്ലാവർക്കും പേടിയാണ്. ദാമ്പത്യം എന്നത് തന്നെ ഇന്നൊരു ഭയം ഉളവാക്കുന്നതാണ്. എത്ര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മളെ മക്കളെ കല്യാണം ആകുമ്പോൾ നമുക്ക് എന്തൊരു ആഹ്ലാദവും സന്തോഷം ഉണ്ടാവും. എന്നാൽ നോക്ക്, നിങ്ങൾ നെഞ്ച് പിടക്കുകയാണ്. മകളെ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ നെഞ്ച് പിടക്കണം. എന്താ പിടക്കുന്ന കാര്യങ്ങൾ? എന്താകും ഇവനോടൊപ്പം എൻ്റെ മകളെ പറഞ്ഞയച്ചാൽ എന്ന് ബേജാറില്ലാതെ ഏതെങ്കിലും കല്യാണ പന്തലിൽ പെൺകുട്ടികളെ പറഞ്ഞയക്കുന്നുണ്ടോ? നമ്മൾ പണം ചെലവഴിച്ച് കല്യാണ സദ്യ ഒരുക്കി ആഘോഷത്തിൻ്റെ തിമിർക്കുകൾക്കിടയിലും മനസ്സ് വേദനിക്കുന്നുണ്ട്. എന്തേക്കാരം നാളെ എൻ്റെ മോളെ അവസ്ഥ, എന്താകും എൻ്റെ മോൻ്റെ അവസ്ഥ നാളെ എന്ന് നമ്മൾ ആലോചിക്കും. അതിന് മാത്രം പ്രശ്ന സങ്കീർണമാണ് ഇന്നത്തെ കുടുംബജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മാത്രം മതിയാകണതല്ല, ദാമ്പത്യം പ്രശ്ന സങ്കീർണമാണെന്ന് പറയുമ്പോൾ ഈ മാതാപിതാക്കളുടെ ആശങ്കയിൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതോടൊപ്പം തന്നെ ഇന്ന് പുതിയ തലമുറ വിവാഹം വേണ്ടെന്ന് പറയാൻ. ഗൾഫിൽ നിന്നൊരു സഹോദരി എനിക്കൊരു വോയിസ് ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, 26 വയസ്സാണ് മോൾക്ക്. അവളോട് പറഞ്ഞ കല്യാണം എന്നുള്ള വാക്കുണ്ടല്ലോ, അതിനോട് പറഞ്ഞു പോകരുത്. എനിക്കെൻ്റെ ആവശ്യമില്ല, എനിക്കിവിടെ ജോലിയുണ്ട്, എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ അറിയാം, എനിക്ക് എല്ലാ സംവിധാനമുണ്ട്. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു പോകരുത്. ആ ഉമ്മൻ്റെ വേദന ആ വാക്കുകളിലുണ്ട് സുഹൃത്തുക്കളെ. കല്യാണം കഴിക്കാതെ മകളിരിക്കുന്നതിൻ്റെ നൊമ്പരം ഉറക്കം നഷ്ടപ്പെടുത്തി ആ ഉമ്മയുടെ ജീവിതത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇത്ര ധൈര്യമായിട്ട് എനിക്കൊരു ഭർത്താവ് വേണ്ടെന്ന് പറയാൻ അവളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? വിവാഹം പ്രശ്നമാണെന്നാണ്. വിവാഹം പ്രശ്നമാണെന്ന് ആരാണ് പറഞ്ഞത്? മാസികകളിൽ നിന്ന് വായിച്ചതാണോ സുഹൃത്തുക്കൾ? അല്ല. പ്രശ്നസങ്കീർണമായ മാതാപിതാക്കളുടെയും കുടുംബക്കാരുടെയും ദാമ്പത്യം കണ്ട് 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 ഈ ഒരു പ്രശ്നത്തിലേക്ക് ഞാനില്ലെന്ന് പുതിയ തലമുറ തീരുമാനിക്കുമ്പോൾ ദാമ്പത്യ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് അത് മനസ്സിലാകും. അതുമാത്രമല്ല, ഇത്തരം ഒരു പ്രശ്നസങ്കീർണമായ ഒരു കുടുംബജീവിതം കൊണ്ടുണ്ടാകുന്ന നഷ്ടം അതൊന്ന് മനസ്സിലാക്കണ്ടേ സുഹൃത്തുക്കളെ. എത്ര വലിയ നഷ്ടമാണ്
ഈ പരസ്പരം അടിച്ചും തല്ലുകൂടിയും പ്രശ്നങ്ങളിൽ ജീവിക്കുന്നവർക്കുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒന്നാമത്തത് എന്താ അറിയും, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും കിട്ടുക വിവാഹം കൊണ്ടാണ്. അപ്പം അതില്ലാത്തവർക്ക് അതില്ല. ഞാൻ പറഞ്ഞ നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ ഒരു സന്തോഷമില്ല എന്നല്ല, നല്ലൊരു യാത്രയ്ക്ക് ഒരു സന്തോഷമുണ്ട്, ഒരു ടൂറിനൊരു സന്തോഷമുണ്ട്, വെറുതെ നക്ഷത്രങ്ങളുള്ള ആകാശത്തേക്ക് നോക്കിയിരുന്നാൽ ഒരു സന്തോഷമുണ്ട്, മധുരമുള്ളൊരു വെള്ളം കുടിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, ആ സന്തോഷമൊന്നുമല്ല ദാമ്പത്യത്തിൻ്റെ സന്തോഷം. അത് വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാനാകാത്ത ആനന്ദമാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ രാവും പകലും നമുക്ക് നൽകുന്നത്. അത് എത്രമാത്രം തീവ്രമാണെന്ന് മനസ്സിലാവാൻ എന്ത് മതിയല്ലോ. നിങ്ങളെ മോളൊരു പ്രേമത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവൾ പറയും, എനിക്കതില്ലെങ്കിൽ എനിക്ക് ജീവിതം വേണ്ടാന്നാണ്. ജീവിതം വേണ്ട. ഒരു പയ്യനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അവന് ഭ്രാന്താണ്. അപ്പം ഞാൻ പറഞ്ഞു, വെറുതെ ഒരു ചെറുപ്പക്കാരാണ് ഭ്രാന്താവും. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, അവൻ പ്രേമിച്ചു വല്ല നിരാശയുണ്ടോ? ഉണ്ട്. അവൻ പ്രേമിച്ച പ്രേമത്തെ ശക്തിമത്തായി മാതാപിതാക്കൾ അവസാനിപ്പിച്ചു. അന്ന് മുതൽ അപൂർവമായൊരു മാനസിക രോഗിയായിട്ടാണ് അവൻ പെരുമാറുന്നത്. കാരണം തീവ്രമാണ്. ഒരു പെണ്ണിലേക്കുള്ള ആണിൻ്റെ ആവശ്യം, ഒരു ആണിലേക്കുള്ള പെണ്ണിൻ്റെ ആവശ്യത്തിൻ്റെ വൈകാരികതയിൽ ഒരു സ്നേഹമുണ്ട്, ഒരു സമാധാനമുണ്ട്. അത് പടച്ചോനുണ്ടാക്കിയ ഒരു മഹാത്ഭുതമാണ് സുഹൃത്തുക്കളെ. ആ സമാധാനം ഈ ഭൂമിയിൽ കിട്ടാത്തവർ എത്ര പേരുണ്ട്? 30-40 കൊല്ലം ഒന്നിച്ചുറങ്ങിയിട്ടും ഒരു രാവ് പോലും അള്ളാഹു നമുക്ക് അനുഭവിക്കാൻ തന്ന ആ അതീവമായ വാക്കുകൾക്ക് അതീതമായ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. സൂറത്തുർ റൂമിലെ ഓരോ അത്ഭുതങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ, ആകാശത്തെ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിജാലങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹ് പറയാണ്, അതുപോലൊരു അത്ഭുതമാണ് നിങ്ങളെ ആണും പെണ്ണുമായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവന്നില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നത്, അതുപോലൊരു അത്ഭുതമാണെന്ന്. ആ ആനന്ദത്തിനും ആ സന്തോഷവും അനുഭവിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ, മനസ്സിണങ്ങിയ ഒരു ദാമ്പത്യ ജീവിതം വേണം. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാക്ക് വല്ലാതെ മനസ്സിനെ സ്വാധീനിച്ചതാണ്. കാരണം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുന്ന സ്നേഹമുണ്ട്, രണ്ട് വ്യക്തികൾ. ആ ഒരു സ്നേഹം ലോകത്ത് മറ്റാരിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്നാണ്. അത് അത്രമാത്രം തീവ്രമാണ് സുഹൃത്തുക്കളെ, ആ സ്നേഹം എന്നാണ് അത്രമാത്രം തീവ്രമാണ്. ഞാൻ ഒരുപക്ഷെ വിചാരിക്കുന്നത് ഈ കിഡ്നി കൊടുക്കലുണ്ട് ആൾക്കാർ. ചില ആൾക്കാർ സാമ്പത്തിക പ്രയാസം കൊണ്ട് കിഡ്നി വിൽക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായി. എന്നാൽ കുടുംബങ്ങൾ കൊടുക്കും, പെങ്ങന്മാർ കൊടുക്കലുണ്ട്, മാതാപിതാക്കൾ കൊടുക്കലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം കിഡ്നി നൽകിയത് ആരാന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവിനായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യക്കായിരിക്കും. അത് ഒരിക്കൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ഒത്തുവരുമെങ്കിൽ, കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്തത് കൊടുക്കും. എന്തുകൊണ്ടാണ്? ആ സ്നേഹത്തെ നമുക്ക് ഒരു മാനദണ്ഡം വെച്ച് അളക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ സ്വന്തം കുട്ടിനെ മുല കൊടുത്ത് തൊട്ടിൽ കിടത്തി ഉറക്കിയിട്ട് അയലോക്കക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതിൻ്റെ പിന്നിലും ആ ആണിലേക്കും പെണ്ണിലേക്കുമുള്ള ആകർഷണീയതയുടെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അട്രാക്ഷൻ, ഒരു ബന്ധം ആണും പെണ്ണും തമ്മിലുണ്ട് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മളെ കൂടെ കിടക്കുന്ന പെണ്ണിനോട് നമുക്ക് തോന്നണം, അവൾക്ക് നമ്മളോട് തോന്നണം. അവിടെയാണ് ഒരു ദാമ്പത്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിജയം എന്നാണ്. എന്തുകൊണ്ടാണിതെന്ന് വെച്ചാൽ ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഭക്ഷണം ഇല്ലാതെ സുഹൃത്തുക്കളെ കുറച്ചൊക്കെ മുന്നോട്ട് പോകുന്നു. ഒരു പെണ്ണിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, ഒരാണെന്ന് കിട്ടുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് കിട്ടിയിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അവൾക്കതില്ല. അവൾ അല്പം സൂക്ഷ്മത ഉള്ളതുകൊണ്ട് അവൾ സത്യസന്ധയായി ജീവിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കുന്നില്ലെങ്കിൽ അയാൾക്കത് വേണം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഒരു ബന്ധം മാത്രമാണെന്ന് നിങ്ങളത് വിചാരിക്കരുത്. അതുകൊണ്ടാണ് കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം. ഇങ്ങനെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കാൻ പറ്റുക? ഒരു പെണ്ണിനെ കാണുമ്പോൾ അതിലൊരു വൈകാരികമായ സന്തോഷമുണ്ട്, വ്യഭിചാരത്തോളം എത്തുന്ന ഒരു ആനന്ദമുണ്ട്. ഒരു പെണ്ണിനെ കേൾക്കുമ്പോൾ അതുണ്ട്, അത് പെണ്ണിനുമുണ്ട് ആണിനുമുണ്ട്. ഒന്ന് ചാരിയിരിക്കുമ്പോഴുണ്ട്, ഒന്ന് അണഞ്ഞുകൂട്ടി പിടിക്കുമ്പോഴുണ്ട്. അത് മനുഷ്യന് അത്ര ആവശ്യമാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, വിശ്വാസിയുടെ സ്വഭാവങ്ങൾ പറഞ്ഞപ്പോൾ നിസ്കാരം പറഞ്ഞു, സക്കാത്ത് പറഞ്ഞു, അമാനത്ത് പറഞ്ഞു, പിന്നെന്തേ പറഞ്ഞു? അവർ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നതാണ്. വല്ലദേനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അത് നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അത്ര ആവശ്യമാണത്, അത്ര ആവശ്യമാണത്. അത് മാറ്റി നിർത്താൻ പറ്റില്ല. ഈ കണ്ണുകളെ നിയന്ത്രിക്കണമെങ്കിൽ ഈ കണ്ണ് ആഗ്രഹിക്കുന്ന ഒന്ന് എനിക്ക് ഹലാലായി കിട്ടണം, എങ്കിലേ എനിക്ക് കണ്ണിനെ താഴ്ത്താൻ പറ്റുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ അത് കൊടുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ടും നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരാണിന്റെ സ്പർശനത്തിന്റെ സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ ഭാര്യയായി ജീവിച്ചിട്ടും നിങ്ങൾ ഇന്ന് ഭർത്താവിന് ആ ഒരു ആനന്ദം ലഭിക്കുന്നില്ലെങ്കിൽ,
ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അയാൾക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള അവസരത്തെ നിങ്ങൾ ഇല്ലാതാക്കുന്നു. ഒരു സൂക്ഷ്മതയോടെ ജീവിക്കാൻ, പുറത്തിറങ്ങി കണ്ണ് മറ്റൊരു തിന്മയിൽ പതിഞ്ഞ് വ്യഭിചാരിയാവാതെ ജീവിക്കാനുള്ള ആത്മീയമായ ഒരു ജീവിതത്തിന്റെ അവസരത്തെയാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് നമ്മൾ ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം വിജയിച്ചില്ലെങ്കിലുള്ള നഷ്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എന്താ പറയുക, സംരക്ഷണമാണ്. ഒരു പെണ്ണിന് ഏറ്റവും വലിയ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഭർത്താവിന്, അതിലൊരു സംശയമല്ല. നമ്മുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ജീവിതം കൊണ്ട് അത് കാണിച്ചു കൊടുക്കണം. കാരണം എന്താ പറയുക, ഒരു വിവാഹം കഴിയുന്ന ഒരു പെണ്ണിന് ഒന്നും ചിന്തിക്കാനല്ല സുഹൃത്തുക്കളെ. അവൾക്ക് വേണ്ടതൊക്കെ അവൾക്ക് ഭർത്താവ് നൽകും. അതാണ് കരാർ. അവർ പട്ടിണി കിടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം അയാൾക്കാണ്. അവൾക്ക് മരുന്ന് വാങ്ങേണ്ടത് അയാളാണ്, അവൾക്ക് വസ്ത്രം വാങ്ങേണ്ടത് അയാളാണ്. ആ ഒരു സാന്നിധ്യവും സംരക്ഷണവും ഇല്ലാതാകുമ്പോൾ മാത്രമേ അതിൻ്റെ വില അറിയുള്ളൂ. പെണ്ണുങ്ങളോട് ഞാൻ പറയാണ്, ഭർത്താവ് വേണ്ടെന്ന് പറയാൻ പെൺകുട്ടിയോട് നിങ്ങൾ പറയണം, ഭർത്താവ് നിനക്ക് വേണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ മറ്റൊരാളെ നീ ആശ്രയിക്കേണ്ടി വരും. ശരി, ഭർത്തൃ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് വീട്ടിൽ നിന്നാൽ പിന്നെ ആങ്ങളക്ക് അതൊരു ഭാരമാകും. കാരണം ഒരു പുരുഷൻ വേണം, അല്ലെങ്കിൽ വാപ്പ അത് ഏറ്റെടുക്കും. ഒരാണിൻ്റെ സാന്നിധ്യം കൊണ്ട് കിട്ടുന്നത് ആണിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. ശാരീരികമായ ബന്ധങ്ങളും മറ്റും എന്തായാലും നിർവഹിക്കപ്പെടണമെങ്കിൽ ഒരു ഹലാലായ ഒരു പുരുഷൻ കൂടെ വേണമല്ലോ. അതുകൊണ്ട് നഷ്ടമാണ് സുഹൃത്തുക്കൾ. ഒരു ഭാര്യ ഭർത്തൃബന്ധം വിജയിക്കാതിരുന്നാലും ഒരു വിവാഹം നടക്കാതിരുന്നാലും അത് ഏറ്റവും വലിയ നഷ്ടത്തിലാണ് കലാശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി ഒരാൾ ചിന്തിച്ചു, നമുക്ക് വേണ്ടി മാത്രമായ ഒരാൾ, നമുക്ക് വേണ്ടി ഒരാൾ എപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിച്ച് ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, എവിടെ എത്തി, എങ്ങനെ എത്തി എന്നിങ്ങനെ ഭാര്യ ചോദിക്കണം. എന്തായാലും നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കണം, നമ്മൾ അവളെക്കുറിച്ച് മാത്രം ആലോചിക്കണം. അങ്ങനെ ഒരാൾ ജീവിതത്തിൽ ഭർത്താവല്ലാതെ ഭാര്യയല്ലാതെ മറ്റാരുമില്ലാതെ മനസ്സിലാക്കണം. ഇനി ഞാൻ പറയട്ടെ, എന്താ പ്രശ്നം, എന്താ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം? നിങ്ങൾ കുറേ കാരണങ്ങളുണ്ട്. ഏറ്റവും ഒന്നാമത്തെ കാരണം എന്താ പറയുക, ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ഒരാളെ കല്യാണം കഴിപ്പിക്കുക. ഇപ്പോൾ ഒരു പുതിയ പരിപാടി ഉണ്ട്. നമുക്ക് അത്യാവശ്യം ദീനൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനാന്നൊക്കെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവനെ മരുവനാക്കിയ കുഴപ്പമില്ലാന്ന് തോന്നും. ഇപ്പം നമ്മളിങ്ങനെ വഴിക്ക് അന്വേഷിച്ചിട്ട് അവനങ്ങനെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് നമ്മൾ അപ്പോൾ കൊടുന്ന് മോള് കണ്ടപ്പോൾ അവൾക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ ഓളെ കൗൺസിലിംഗ് നടത്തി കൺവീൻസ് ചെയ്തിട്ട് നിർബന്ധിക്കണം. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ഒരാണിനെ കല്യാണം കഴിക്കരുത്, ഒരു പെണ്ണിനെ കല്യാണം അത് ഇഷ്ടമാണ്. അത് അള്ളാഹുവിൻ്റെ റസൂല് പോയി നോക്കാൻ വേണ്ടി നിർദ്ദേശിച്ച കാര്യമാണ്. ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ പാലിക്കണം. ഇഷ്ടമില്ലാതെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങൾ പിരിയേണ്ടി വരും. അത് 35 കൊല്ലം നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചാലും കൊല്ലങ്ങളെ കൊണ്ടോ കാലങ്ങളെ കൊണ്ടോ ഇഷ്ടമില്ലാത്ത ഒരാളെ ഇഷ്ടപ്പെടുത്താൻ പറ്റില്ല. അവരിഷ്ടമില്ലാതെ ജീവിച്ച് മരിച്ച് പിരിയും. അതുകൊണ്ട് ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം. ആ ഇഷ്ടത്തും വേണം നിലനിൽക്കുക. നിങ്ങൾക്കിടയിൽ സ്നേഹത്തെയും കാരുണ്യത്തെയും അവൻ ഉണ്ടാക്കിയതാണ്. ആ സ്നേഹത്തിന്റെയും കാരുണ്യത്തിനും ഒരു കുടുംബബന്ധം നിലനിൽക്കുന്നത്. ആ സ്നേഹം പരസ്പരം ഇല്ലാത്തവരെങ്ങനെ ഒന്നിച്ച് ജീവിച്ചു പോകും? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെ മക്കളെ കഷ്ടപ്പെടുത്തരുത്. മനസ്സിലായി? എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു കുട്ടി പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എന്ത് ചെയ്തു വരച്ചു, കുടുംബങ്ങളൊക്കെ പാടെ കൂടി വിവാഹം തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? അമ്മാവൻ്റെ മകളെയും തിരിച്ചും എന്ത് ചെയ്യുക, വിവാഹം നടത്താൻ. കാരണം രണ്ടുപേരും ഒരേ പ്രൊഫഷനാണ്, ഒരേ ജോലിയാണ്. ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ അവർ കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോൾ രക്ഷിതാക്കളൊക്കെ കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. അവർ ശക്തമായി എതിർത്തു, രണ്ടുപേരും നിരാകരിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് ഇവളെ ഒരു ഭാര്യയായി കാണാൻ കഴിയൂല, കരഞ്ഞു പറഞ്ഞു. പക്ഷെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു. ഇന്ന് 3 കുട്ടികളുണ്ട്. വർഷങ്ങൾ എത്രയായി? ഇന്നെക്കാളും 2 വയസ്സുണ്ടാവും അയാൾക്ക്. പക്ഷെ ഇന്നും ഭാര്യ എന്ന നിലക്ക് അവളുടെ ദേഹത്ത് തൊടാൻ അയാളുടെ കൈ കൊണ്ടാവില്ല. ഈ മഹാപാതകം രക്ഷിതാക്കളെ ചെയ്യരുത്. ഇഷ്ടമുള്ളവരെ മാത്രമേ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ രണ്ടാമത്തൊരു കാര്യം തരും, കല്യാണം കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ മാതാപിതാക്കൾ അതിൽ പോയി ഇടപെടുക. ധാരാളം ത്വലാക്കുകളുടെ കാരണം മാതാപിതാക്കൾ ഇടപെടുക. സുഹൃത്തുക്കൾ, നിങ്ങളെ വഴിക്ക് പോകാൻ പാടില്ല. കല്യാണം കഴിഞ്ഞാൽ എന്താ, അത് അവരുടെ സ്വകാര്യ ജീവിതമാണ്. അത് നിങ്ങൾ ഇടപെടാനേ പാടില്ല. അവളുടെ കാര്യത്തിലേക്ക് ഒന്നും നിങ്ങളെടുത്ത് വരാനേ പാടില്ല. എൻ്റെ മരുമകളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനും എൻ്റെ മകനാണ് അധികാരം. നിങ്ങൾക്കതിൽ ഒരു കാര്യവുമില്ല. അവരെവിടെ താമസിച്ചോട്ടെ, എവിടെ ജീവിച്ചോട്ടെ, എങ്ങനെ വേണമെങ്കിൽ പോയിക്കോട്ടെ, അങ്ങനെയാണ്. ചില പെൺകുട്ടികൾ വന്നിട്ട് പറയും, ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ഉമ്മ സമ്മതിക്കണം, വാപ്പ സമ്മതിക്കണം. പിന്നെ എന്തിനാ പെണ്ണെട്ടിച്ച സുഹൃത്തുക്കളെ? ദയവ് ചെയ്ത് നിങ്ങൾ പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തരുത്. പിന്നെ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞു, എന്നിട്ട് പിന്നെ എങ്ങനെ അവൾ വന്ന് പറയും, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ സങ്കടങ്ങളും പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ പോയി ഇടപെടുക, നമ്മൾ അങ്ങോട്ട് ഫോൺ വിളിക്കാം,
എന്താണ് അവളുടെ കരഞ്ഞിരിക്കാൻ എന്താ പ്രശ്നം, അത് ചോദ്യം ചെയ്യുക. കഴിഞ്ഞില്ലേ സുഹൃത്തുക്കളെ, അവിടെ തീർന്നു. മാതാപിതാക്കളുടെ ഇടപെടലുകളെ കൊണ്ട് മാത്രം വിവാഹബന്ധങ്ങൾ വഴിയാധാരമായ എത്രയോ സന്ദർഭങ്ങളുണ്ട്. നമ്മൾ സ്വതന്ത്രമായി ജീവിക്കാൻ അവരെ വിടണം, അവർക്ക് സ്നേഹിക്കാൻ അവസരം കൊടുക്കണം, അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഓർമ്മല്ലേ അല്ലേ, വീട്ടിൻ്റെ തിരക്കിൽക്കും ജോലികൾക്കും ഇടയിൽ സ്വന്തം ഭാര്യയോടൊപ്പം ഒരല്പസമയം ഇരിക്കാൻ പോലും ഭാഗ്യമില്ലാത്ത കൂട്ടുകുടുംബങ്ങളിൽ ജീവിതം തുലച്ച എത്ര പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. വീട്ടിൻ്റെ തിരക്കിനിടയിൽ എൻ്റെ ഭാര്യയെ എനിക്കൊന്ന് വീട്ടുജോലികൾക്കിടയിൽ ഒരല്പസമയം ഒന്നിച്ചിരിക്കാൻ ലഭിക്കാതെ ജീവിതം തീർന്നുപോയ എത്ര ആൾക്കാരുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെയൊക്കെ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ മക്കളുടെ സ്നേഹപൂർവ്വമായ ഒരു ജീവിതത്തിൻ്റെ അവസരങ്ങളെയാണ്. മാതാപിതാക്കൾ അനാവശ്യമായി ഇടപെടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ പ്രശ്നം ഒരു പരിഹരിച്ചോട്ടെ, നിങ്ങൾ പരിഹരിക്കണ്ട, നിങ്ങൾ അതിലിടപെടുകയേ വേണം. അതിനർത്ഥം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ബന്ധമില്ല, എല്ലാ ബന്ധമുള്ളൂ. പക്ഷെ വിവാഹ ജീവിതത്തിൽ അവിടെ തീരുമാനങ്ങൾ അവർ മുന്നോട്ട് പോട്ടെ. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ, നിങ്ങളോട് ശൂറ നടത്തിയാൽ നിങ്ങൾ ഗുണകാംശപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇന്നിപ്പോൾ എനിക്കൊരു ചോദ്യം എഴുതി തന്നു കോഴിക്കോട് ഞാൻ പങ്കെടുത്ത പരിപാടിയിൽ. എന്താ, അമ്മായിമ്മ എന്നെ അതിന് മാത്രം ദ്രോഹിച്ചിരിക്കണം, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങനെയാണ് അമ്മായിമ്മയോട് പെരുമാറിയിട്ടുള്ളത്. പക്ഷെ മനസ്സിൽ നിന്ന് അമ്മായിമാനുള്ള ദേഷ്യം പോണില്ല, അതിനിപ്പോൾ എനിക്ക് വല്ല കുറ്റവും കിട്ടുമോ എന്നാണ് ഒരു മരുമകൾ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, അമ്മായിമ്മ മരുമകൾ പ്രശ്നം ദാമ്പത്യത്തിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. അമ്മായിമ്മമാരുണ്ടാവും ഇവിടെ, അവരോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ പെൺകുട്ടിയോട് നിങ്ങൾ സ്നേഹത്തോടുകൂടെ പെരുമാറിയാൽ നിങ്ങളുടെ വാർദ്ധക്യത്തിലും അവശതയിലും അവൾ തരും, നിങ്ങളുടെ ചുണ്ടിൽ വെള്ളം തൊട്ടു തരാൻ അവളുണ്ടാവും. എത്ര സ്നേഹത്തോടെ. ഇഷ്ടമില്ലാത്തൊരു ഉമ്മനെ നോക്കേണ്ടി വന്നാൽ ആ പെണ്ണിൻ്റെ കഷ്ടപ്പാട് ആലോചിക്കുക നിങ്ങൾ. അമ്മായിമ്മനെ ഒരു നിലക്കും മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല, കാരണം അത്രമാത്രം ദ്രോഹമാണ് തന്നോട് ചെയ്തത്. ആ സ്ത്രീനെ നോക്കേണ്ടി വരുന്നൊരവസ്ഥ ആലോചിക്കുക നിങ്ങൾ. അവരെ പിന്നെ നോക്കേണ്ടി വരികയാണ്, ബാത്റൂമിൽ കൊണ്ടുപോകേണ്ടി വരികയാണ്, കുളിപ്പിക്കേണ്ടി വരികയാണ്, കൈകാര്യം ചെയ്യേണ്ടി വരികയാണ്. ഞാൻ അമ്മായിമ്മമാർ മരുമക്കളോട് പെരുമാറിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായി അമ്മായിമാർ ചിന്തിക്കുന്നുണ്ടാവും, ഈ മരുമക്കളോടൊന്നും പറയല്ലേ. മരുമക്കളോട് പറയാനുള്ളതാണ്, മരുമക്കൾ മാന്യമായി പെരുമാറണം. ഇപ്പം ഇങ്ങനെ വിശ്വാസമുണ്ട്, ഇവരൊന്നും നോക്കാൻ നമുക്ക് ബാധ്യതയില്ലല്ലോ, എന്തോ ആവില്ല. അങ്ങനെയൊന്നും അല്ല സുഹൃത്തുക്കളെ, അവരോട് നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ അമ്മായിമ്മമാരോട്, ഭർത്തൃമാതാക്കളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ ആ പെരുമാറ്റമാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. നിങ്ങൾക്ക് മക്കളില്ലേ, ആൺകുട്ടികൾ, അവൻ ഒരു കാലത്ത് കല്യാണം കഴിക്കും, അവൻ കൊണ്ടുവരും ഒരു പെണ്ണിനെ, എന്നിട്ട് അവൻ എങ്ങനെ ഭാര്യയോടൊപ്പം ജീവിക്കണമെന്ന് അവൻ അറിയാം. അത് അവൻ പഠിച്ചത് നിങ്ങളിൽ നിന്നാണ്, അനുഭവിച്ചിട്ടേ പോകും. അന്യായമായി ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ദ്രോഹിച്ചാൽ അത് നമ്മുടെ മക്കളിൽ നിന്ന് അനുഭവിച്ചിട്ടേ നമ്മൾ പോകും. അവിടെ സുഹൃത്തുക്കളെ, മാന്യമായി പെരുമാറിയാൽ വാർദ്ധക്യത്തിൽ നമ്മളെ തലോടാൻ മകളെക്കാളും സ്നേഹത്തിൽ മരുമകൾ കൂടെ ഉണ്ടാകും. വെറുതെ ഒരു പോരിൻ്റെ മനസ്സുകൊണ്ട്, ഒരു പിശുക്കിൻ്റെ മനസ്സുകൊണ്ട് എന്തിനാണ് സഹോദരങ്ങളെ നമ്മളെ ജീവന് തുല്യം സ്നേഹിച്ച് പരിചരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു സഹോദരിയുടെ മനസ്സ് വെറുപ്പിക്കുന്നത്? എനിക്ക് വേദന തോന്നി.
ഒരു മരുമകൾ സംശയം ചോദിച്ച് വോയിസ് അയച്ച്. എന്താ സംശയം എന്നറിയും? വാപ്പി ഇമ്മി മാത്രം ഉറങ്ങുന്ന റൂമിലൊരു ബാത്റൂമുണ്ട്, അത് കഴുകാൻ എനിക്ക് ബാധ്യത ഉണ്ടോ എന്നാണ് മരുമകളെ ചോദ്യം. അപ്പോൾ അത് കഴുകാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രശ്നം. ഏത്? അമ്മായിമ്മയും അമ്മോഷനും കിടന്നുറങ്ങുന്ന റൂമിൻ്റെ ബാത്റൂം. സുഹൃത്തുക്കളെ, നമ്മൾ പ്രാഥമിക കാര്യങ്ങൾക്ക് പോകുന്ന റൂമിൽ അവിടെ ബക്കറ്റ് തുറന്നു വെച്ചൊരു ബക്കറ്റ് വെള്ളം അതിൽ ഒഴിച്ചാൽ എന്താ സംഭവിക്കാൻ പോലും? ആ ബാത്റൂം കഴുകാൻ വേണ്ടി മരുമകളെ നിർബന്ധിക്കുമ്പോൾ നാം ആലോചിക്കണം, നമ്മുടെ വീട്ടിൽ മാന്യമായി ഒരു പെരുമാറ്റം നമ്മുടെ മരുമകൾക്ക് കൊടുക്കാൻ നമുക്ക് ബാധ്യതയില്ലേന്ന്. ഇതൊക്കെ ഒരു മാന്യതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദാമ്പത്യ പ്രശ്നങ്ങളിൽ പ്രശ്നം വരുന്ന മറ്റൊരു കാര്യം സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ആളുകൾ ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ പണ്ടൊക്കെ പെൺകുട്ടിയെ കൊടുക്കണേ, വേണ്ട അറിഞ്ഞാലും കൊടുക്കണമെന്ന് എന്തിനാ അറിയും? നമുക്ക് അവൾക്കൊരു സുരക്ഷിതത്വം കിട്ടാൻ, ഒരു ധൈര്യം കിട്ടാൻ. നമ്മൾ 25 പവൻ കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു പിടുത്തമുണ്ടല്ലോ. സുഹൃത്തുക്കൾ, ആ 25 പവൻ ഉണ്ടല്ലോ, ഇന്ന് 25 ലക്ഷമാണ്. ആ 25 ലക്ഷം അവൾക്കൊരു ഭീഷണിയായി ആ വീട്ടിൽ നിലനിൽക്കും. അതാ പ്രശ്നം. ആ 25 ലക്ഷം എന്ത് ചെയ്യണം എന്ന ആലോചനയായിരിക്കും ആ വീട്ടിലുള്ളവർക്ക് ഉണ്ടാകുക. അപ്പോൾ എന്താ ഉണ്ടാകാൻ പോകുന്നവരെങ്കിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഒരു മോതിരം ഊരും, അടുത്ത പ്രശ്നം വരുമ്പോൾ ഒരു വള ഊരും, അത് പിന്നീട് അങ്ങനെ ഒരു പ്രശ്നമായി വളർന്നു വരും. അപ്പോൾ സാമ്പത്തികമായ കാര്യം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഭർത്താവാണ് എല്ലാ ചെലവും കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും ആവേണ്ട. ഇഷ്ടപ്പെട്ട് ദീനുള്ള ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ അവരത് സംരക്ഷിച്ചു കൊള്ളും, ഏറ്റെടുത്തു കൊള്ളുന്നതാണ്. പിന്നെ പൊതുവെ നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് ജോലി ഉണ്ടാവണം എന്നൊരു നിർബന്ധത്തിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്ന കാര്യം. നമ്മൾ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല, പക്ഷെ എന്താ അറിയോ, ജോലി അവർക്ക് ഇരട്ടി ഭാരമാണ് ഉണ്ടാക്കുന്നത്. എന്ത് ഭാരം? ഒന്നീ ജോലിൻ്റെ ടെൻഷനും വേണം, വീട്ടിലത്തെ മുഴുവൻ ജോലികളുടെ ഭാരവും വേണം. അതുകൊണ്ട് ജോലി തൻ്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. സ്വന്തം ആവശ്യങ്ങൾക്ക് ഒരു പണം കയ്യിലില്ല എന്നതാണ് പലപ്പോഴും ജോലിയില്ലാത്തതിൻ്റെ വേദന സഹോദരിമാർ പറയരുത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കുട്ടി രാവിലെ സ്കൂൾക്ക് പോകുമ്പോൾ അവനൊരു പോക്കറ്റ് മണി നിങ്ങൾ കൊടുക്കൂല്ലോ? ഒരു പോക്കറ്റ് മണി. എന്നാൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളൊരു പോക്കറ്റ് മണി കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ കൊടുക്കണം. ഞാൻ പറഞ്ഞ എല്ലാ ആൾക്കാരും അത് കൊടുക്കണം. നിങ്ങളൊരു സംഖ്യ നിങ്ങൾക്ക് ദിവസ കൂലി കിട്ടുമ്പോഴും മാസ ശമ്പളം കിട്ടുമ്പോഴും നിങ്ങൾ അവർക്ക് കൊടുക്കാം. ഏതെങ്കിലും ഒരു പെണ്ണിന് മനോവേദന, എനിക്ക് എൻ്റെ ഒരു ആവശ്യം, എനിക്കൊരു സദക്ക കൊടുക്കാൻ, വീട്ടിൽ ഒരാൾ വന്ന് കൈ നീട്ടി വരുമ്പോൾ ഒരു 10 രൂപ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് നല്ല വരുമാനമെന്ന് നിങ്ങളുടെ ഭാര്യ അങ്ങനെ ഒരു വേദന അനുഭവിക്കുന്നുവെങ്കിൽ അതിന് പരിഹാരം നമ്മളല്ലേ ഉണ്ടാക്കേണ്ടത്? കൊടുക്കണം. സുഹൃത്തുക്കളെ, ആ കൊടുക്കുന്ന സംഖ്യ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ഏറ്റവും ആദ്യം വായ്പ ചോദിക്കാരോടാണ്? ഭാര്യനോട് വായ്പ ചോദിക്കുക. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചോദിക്കാതെ തരാൻ അവളുടെ അടുക്കൽ അത് നിക്ഷേപമായി ഉണ്ടാകും. ഒരു പക്ഷേ ഈ സാമ്പത്തിക പ്രശ്നങ്ങളും തർക്കങ്ങളും നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പ്രശ്നങ്ങൾ കുറേ പറയുന്നുണ്ടെങ്കിലും പരിഹാരം ഞാൻ ഒരൊറ്റ കാര്യത്തിൽ ഒതുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇന്ന് മുതൽ സമാധാനത്തോടൊരു ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും പറ്റും. എന്താണ് പരിഹാരം എന്നറിയുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്ന പരിഹാരം ഞാൻ ഓതി ആയത്ത്, നിങ്ങൾ തൻ്റെ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും നിലക്ക് ഒരു വെറുപ്പോ അവഗണനയോ പ്രശ്നങ്ങളോ അകൽച്ചയോ ഒക്കെ ഒരു സ്ത്രീ ഭയപ്പെടുകയാണെങ്കിൽ എന്നാണ്. അതായത് ഭർത്താവ് ഒരു ഭാര്യ എന്ന നിലക്കുള്ള പരിഗണനകൾ അവൾക്ക് നൽകാതിരിക്കാം. അതാണ് ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ പ്രശ്നം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് അവളെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാൻ ഭർത്താവ് റെഡിയാണെങ്കിൽ സുഹൃത്തുക്കളെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ ഭർത്താവിന് പറ്റും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഭർത്താവിന് പറ്റും. നമ്മുടെ മക്കളൊരു വിഷയം വന്ന് പറയുമ്പോൾ പരിഹരിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഭാര്യയുടെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കാൻ രക്ഷിതാവായ ഭർത്താവിന് പറ്റും. ഇനി അങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ നിർത്തരുത്, അത് പരിഹരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഫലാ ജുനാഹ അലൈഹിമാ അൻ യുസ്ലിഹാ ബൈനഹുമാ സുൽഹാ. അവരത് ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കണം. വസ്സുൽഹ് ഖൈർ. ഏത് വിഷയത്തിലും സുൽഹ് നല്ലതാണ്. എന്താണോ പ്രശ്നം അത് കേട്ട് പരിഹരിക്കാം. ഇനി ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂലെങ്കിൽ എത്ര കണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും? എത്ര കണ്ട് ജീവിക്കാൻ പറ്റും? അവസാനം പിരിഞ്ഞു പോകാതെ ഒന്നിച്ച് നിൽക്കാൻ പരമാവധി 2 പേർക്കും ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് എഗ്രിമെൻ്റ് എഴുതിയിട്ട് അവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റുന്നതാണ്. എന്നിട്ട് അള്ളാഹു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം, ഈ പ്രശ്നങ്ങളുടെ മൂല കാരണം അള്ളാഹ് പറഞ്ഞു തരാണ്. എന്താ പറഞ്ഞത്? എല്ലാവരുടെ മനസ്സിലും പിശുക്കുണ്ട് എന്നാണ്. ശുഹ് എന്ന് പറഞ്ഞാൽ സാധാരണ പിശുക്കല്ല. ശുഹ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കിട്ടേണ്ടതെല്ലാം നമുക്ക് കിട്ടണം, അങ്ങോട്ട് കൊടുക്കാനുള്ളതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഈ ഭാര്യമാർ പറയും. ഓരെന്താ പറയുക?
ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാത്തതിൻ്റെ പ്രശ്നം. അയാൾക്ക് എൻ്റെ ഒപ്പം ഇരിക്കാൻ ഓർമ്മയില്ല, എനിക്ക് സമയം തരാൻ ഒഴിവില്ല, അതേപോലെ എന്നോടൊന്നും മിണ്ടലില്ല, സംസാരിക്കലില്ല, എൻ്റെ സങ്കടങ്ങൾ കേൾക്കലില്ല, പിന്നെ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കില്ല, എന്തൊക്കെയാ പറയാനുള്ളത്. അതൊക്കെ ശരിയായിരിക്കാം. തിരിച്ച് ഭർത്താവിനും പറയാണ്ട് ഞാൻ വന്നാൽ അവൾക്കൊരു മൈൻഡില്ല, ഞാൻ വന്നു എന്നുള്ളൊരു തോന്നലില്ല, എന്നോടൊരു വർത്തമാനം പറയാൻ നേരമില്ല, എൻ്റെ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയില്ല, ഞാൻ വിളിച്ചാൽ അവൾ വരൂല, എന്തൊക്കെ പറയാണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, ഞാൻ ചോദിക്കുന്നത്, അവൾക്ക് കിട്ടേണ്ടതെല്ലാം അവൾക്ക് അറിയാലോ. അതുകൊണ്ടല്ല ഇപ്പോൾ ഈ മണിക്കൂർ കണക്കിന് പറഞ്ഞത്. അവന് കിട്ടേണ്ടത് അവനും അറിയാം. എന്നാൽ അവർ കൊടുക്കേണ്ടതില്ലേ? ഭർത്താവിന് അവൾ കൊടുക്കേണ്ടതില്ലേ? ഭാര്യയ്ക്ക് അവൻ കൊടുക്കേണ്ടതില്ല. ആ കൊടുക്കേണ്ടതിനെ കുറിച്ച് അവർക്ക് ഓർമ്മയില്ല. കിട്ടേണ്ടതിനെ കുറിച്ച് ഓർമ്മയുള്ളതുപോലെ കൊടുക്കേണ്ടതിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. ഈ ഷുഹിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് അറബിയിൽ ഇറങ്ങി? അതിന്റെ വിപരീത പദം സമാഹത്താണ്. എന്താ സമാഹത്ത് എന്നാൽ? എന്താ അറിയുക? നിർലോഭമായി കൊടുക്കുക, ഇങ്ങോട്ട് കിട്ടാത്തതിൽ സംതൃപ്തിപ്പെടുക. എനിക്ക് അത്ര മതി, അവളെ കൊണ്ട് അത്രേ പറ്റുള്ളൂ, അതുകൊണ്ട് അത്ര മതി, അദ്ദേഹത്തെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതോ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവൾക്ക് കിട്ടേണ്ടതൊന്നും കിട്ടാതിരിക്കരുത് എന്ന് നിങ്ങൾ ഇന്ന് തീരുമാനിച്ചാൽ അവളുടെ എല്ലാ പ്രശ്നവും തീർന്നു. എൻ്റെ ഭർത്താവിന് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എന്നിൽ നിന്ന് എന്തൊക്കെ കിട്ടണോ അതൊക്കെ ഞാൻ കൊടുക്കുമെന്ന് നിങ്ങളുടെ ഭാര്യ തീരുമാനിച്ചാൽ പ്രശ്നം തീർന്നു. ഇങ്ങോട്ട് കിട്ടാത്തതിൻ്റെ പരാതികളിൽ മാനസികമായി നമുക്ക് സംതൃപ്തിപ്പെടാൻ പറ്റിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും സഹോദരങ്ങളെ പരിഹാരമായി. ഇത് പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. എന്താണ്? നിങ്ങളുടെ മക്കൾ ഏറ്റവും വലിയ തമ്മാടികളായിട്ട് സമൂഹത്തിൽ വളരും, ഒരു സംശയവും വേണ്ട. വീട്ടിൽ നിന്നൊരു സംസ്കാരവും ഒരു സ്നേഹവും നല്ല പെരുമാറ്റവും കാണാത്തൊരു കുട്ടിക്ക് സുഹൃത്തുക്കൾ എവിടുന്നാണ് ഒരു നല്ല പെരുമാറ്റവും കാണുക? എപ്പോഴും അടി കൂടുന്ന വാപ്പനെയും ഇമ്മനെയും കണ്ട് മാനസിക സംഘർഷത്തിലും എപ്പോഴും പ്രശ്നങ്ങളും ജീവിക്കുന്ന കുട്ടികൾ എന്തായി വളരും നാട്ടിൽ? അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ വീട്ടിലെ അടികൾ അവസാനിപ്പിക്കാതെ നമ്മുടെ കുട്ടികൾ നല്ല രൂപത്തിൽ വളർന്നു വരുന്നൊരവസ്ഥ ഉണ്ടാവില്ല. പിന്നെ ജീവിതത്തിലൊരു മനസ്സമാധാനം, ഞാൻ പറഞ്ഞില്ലേ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരസ്പരം പറഞ്ഞു തീർത്ത് സമാധാനത്തോടു കൂടെ ജീവിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങേയറ്റം മാനസികമായി പ്രയാസപ്പെടും. എന്നാൽ ICUവിന് മുന്നിലും കാത്തു നിൽക്കുന്ന ഒരു മനസ്സുള്ള ഭാര്യയുണ്ടല്ലോ, അല്ലെങ്കിൽ ഭർത്താവുണ്ടല്ലോ, ആര് പോയാലും പോകാതെ അവിടെ കാത്തു നിൽക്കുന്നവൾ, ആരും കൂടെ വന്നില്ലെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാൻ, നമ്മളെ പരിചരിക്കുന്നത് ഒരു ഭാരമായി കാണാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ആ മനസ്സ് മറ്റാർക്കും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. 5 കൊല്ലം വീൽ ചെയറിൽ ഉന്തി ഭക്ഷണം സ്വന്തം കൈകൊണ്ട് വാരിക്കൊടുത്ത് ദേഹം മുഴുവനും കുളിപ്പിച്ചു കൊടുത്ത് 5 കൊല്ലം അവസാനത്തെ ഒരു വർഷം ട്യൂബിലൂടെ ഭക്ഷണം കൊടുത്ത് ഒരു ചെറുപ്പക്കാരനെ നോക്കിയ ആ ചെറുപ്പക്കാരൻ മരിക്കുമ്പോൾ ഞാനുണ്ടവിടെ. അവസാനം കെലിമ ചൊല്ലി മരിക്കുമ്പോൾ അവൾ പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ കാതിലുണ്ട്. അവൾ എന്താ പറഞ്ഞറിയും? കുറച്ച് കാലം കൂടി നോക്കാനുള്ള അവസരം പടച്ചോനെ നീ തന്നില്ലല്ലോ എന്നാണ് അവൾ പറഞ്ഞത്. 5 കൊല്ലം ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് കാലം കൂടി നോക്കാനുള്ള അവസരം തന്നില്ലല്ലോ എന്നാര് പറയും? രോഗത്തിൽ കിടന്ന് മരിക്കുമ്പോൾ ഇനി നോക്കണ്ടല്ലോ എന്ന ആശ്വാസത്തോടെ മരണത്തെ സ്വീകരിച്ച എത്ര ആളുകളുണ്ട് സുഹൃത്തുക്കളെ. എങ്കിൽ കൂടുതൽ അവശതയിലേക്ക് പോയി ഒന്നിനും കഴിയാത്ത സമയത്ത് പരിചരിച്ച് കൂടെ നിന്ന് ഒരു വലിയ ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ താങ്ങിപ്പിടിച്ച് കട്ടിലിൽ കിടത്തി ബാത്റൂമിൽ എത്തിച്ചിട്ട് 5 കൊല്ലം പരിചരിച്ച് മരിക്കുമ്പോൾ സത്യം ഞാൻ എൻ്റെ ചെവികളെ കൊണ്ട് കേട്ടു, കുറച്ച് കാലം കൂടി നോക്കാൻ അവസരം തന്നില്ലല്ലോ എന്ന്. ആ മനസ്സുള്ളവളോട് നീതി കാണിച്ചോ? ആ മനസ്സുള്ളവളോട് നീതി കാണിച്ചോ? എൻ്റെ മകളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന കരാർ ചെയ്ത ആ പിതാവിനോട് നീതി കാണിച്ചോ? നിങ്ങളെ മോളെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ആ പിതാവിനോട് നീതി കാണിച്ചു. അന്ന് സാക്ഷി നിന്ന സാക്ഷികളുടെ ആ സാക്ഷിത്വത്തിന് മുന്നിൽ പറഞ്ഞ വാക്ക് തൃപ്തിപ്പെട്ടു, സ്വീകരിച്ചു എന്ന് പറഞ്ഞ വാക്കിനോട് മാന്യത കാണിച്ചു. സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായി മനസ്സാക്ഷിയോട് ചോദിക്കുക. എന്നിൽ മാത്രം ഏക ഭാര്യയായി എന്നെ മാത്രം സ്വീകരിച്ച് മറ്റൊരു ഭാര്യയെ മോഹിക്കാതെ ജീവിക്കുന്ന, എനിക്ക് വേണ്ടി മാത്രം ഒരു പുരുഷായുസ്സിനെ തന്ന എൻ്റെ ഭർത്താവിന് ഞാൻ എല്ലാം നൽകിയോ? അയാളെ ഞാൻ തൃപ്തിപ്പെടുത്തിയോ? മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ സാധ്യമായിട്ടും ഞാൻ മതിയെന്ന് തൃപ്തിയോടുകൂടെ ജീവിച്ച അയാളോട് ഞാൻ നീതി പുലർത്തിയോ? സഹോദരിമാരെ, ആത്മാർത്ഥമായി നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് സ്വയം ചോദിക്കുക. നമുക്ക് മാറാൻ പറ്റും. ഞാൻ തുടക്കത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അവൾ കബറിലും നമ്മൾ വീട്ടിലും കിടക്കുമ്പോൾ അറിയും നമുക്ക് അവളുടെ വില. അവൾ വീട്ടിലും നമ്മൾ കബറിലും കിടക്കുമ്പോൾ അറിയും അവൾക്ക് നമ്മുടെ വില. ആ മരണശേഷം നമ്മൾ ആലോചിക്കുന്നത്, പറ്റിയില്ലല്ലോ വേണ്ട പോലെ അയാളെ നോക്കാൻ, പറ്റിയില്ലല്ലോ അവളോട് നീതി കാണിക്കാൻ,
എന്ന് ചിന്തിച്ചിരുന്നിട്ട് സുഹൃത്തുക്കളെ, എപ്പോൾ അവൾ തിരിച്ചു വരും? അവളിനി തിരിച്ചു വരില്ല, അയാളിനി തിരിച്ചു വരില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ അവൾ നമ്മളോടൊപ്പമുണ്ട്, ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ അവൻ നമ്മളോടൊപ്പമുണ്ട്. ഒന്ന് ചേർത്ത് പിടിച്ച് കവിളിലൊരു ഉമ്മ വെച്ച് ഹൃദയം തുറന്നു പറഞ്ഞ് വല്ലതുമുണ്ടെങ്കിൽ ക്ഷമിച്ചു തരണം. ഇനി വഴക്കുകളില്ല, വെക്കാണങ്ങളില്ല, എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾക്ക് പറയാനാകുന്നില്ലെങ്കിൽ എന്തിനാണ് ഇത്തരം കോൺഫറൻസുകളിലൊക്കെ നമ്മൾ ചെവിയും കണ്ണും തുറന്നിരിക്കുന്നത്? നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറാൻ പറ്റും. അതുകൊണ്ട് ഈ വിവാഹം കഴിഞ്ഞ് ഇത്രയും നാൾ അനുഭവിക്കാത്ത ഒരാദ്യ രാത്രിയുടെ ആനന്ദവുമായി ഇന്നത്തെ രാത്രി കഴിച്ചു കൂട്ടാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സ് പാകപ്പെടുന്നുവെങ്കിൽ അതാണ് ഈ സമ്മേളനത്തിൻ്റെ വിജയം. അത് നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ദാമ്പത്യത്തിൻ്റെ മാതൃകയാകും. വിവാഹത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടികൾക്ക്, നിങ്ങളുടെ പെൺമക്കൾക്ക് വിവാഹം എന്നതൊരു സ്വപ്നമാകും. അങ്ങനെ പുതിയൊരു മാറ്റം കുടുംബങ്ങളിലുണ്ടാകാൻ ഇത്തരം കുടുംബ സമ്മേളനങ്ങൾക്ക് പറ്റണം. അതിനുള്ള ഒരു പ്രചോദനമാകാൻ ഈ വാക്കുകൾക്കാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.